ABC ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന വിഷയമാണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഡീൽ. അത് 2 ആഴ്ചക്കുള്ളിൽ പൂർത്തിയാകും, 7 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം വരും എന്നൊക്കെ അപ്ഡേറ്റുകൾ വന്നിരുന്നുവെങ്കിലും സംഗതി ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡീൽ ഇപ്പോഴും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ചില നിയമപരമായ വിഷയങ്ങളും കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിലനിൽക്കുന്നത് മൂലം ഡീലിന്റെ അന്തിമഘട്ടം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആശ്വാസമാകുന്ന കാര്യം, നിക്ഷേപർ ക്ലബിന്റെ സാമ്പത്തികവും നിയമപരമായ രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട രേഖകളിൽ ഒപ്പുവെച്ചതാണ്. ഇതിനെ ഡ്യൂ ഡിലിജൻസ് പ്രക്രിയ എന്നാണ് പറയുന്നത്. അതായത് ക്ലബിന്റെ അക്കൗണ്ടുകൾ, ബാധ്യതകൾ, കരാറുകൾ, സാമ്പത്തിക സ്ഥിതി എന്നിവ വിശദമായി പരിശോധിക്കുന്ന ഘട്ടമാണിത്. ഈ ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചാൽ മാത്രമേ നിക്ഷേപ നടപടികൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയുള്ളൂ. ഡ്യൂ ഡിലിജൻസ് ഘട്ടം വിജയകരമായാൽ അടുത്ത 6 മുതൽ 8 മാസത്തിനുള്ളിൽ ക്ലബിനെ പുതിയ ഇൻവെസ്റ്റേഴ്സ് അക്വയർ ചെയ്യും. നിലവിൽ ക്ലബിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡീലിനെ ആശ്രയിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കോച്ച് വെസ്റ്റ്വുഡുമായി കരാർ പുതുക്കുന്ന ചർച്ചയിൽ ക്ലബ്ബ് വെർബൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് എങ്കിലും അന്തിമ കരാർ നടപടികൾ ഇൻവെസ്റ്റ്മെന്റ് ഡീലിന്റെ പുരോഗതിയെ ആശ്രയിച്ചായിരിക്കും നടക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കാലം നിലനിന്നിരുന്ന പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളുമെല്ലാം അതേപടി തുടരുകയാണ് എന്ന് പറയേണ്ടി വരും. മാറ്റങ്ങളെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഡീലിന്റെ ഭാവിയെ ആശ്രയിച്ചിരിക്കുമെന്ന് സാരം.